പഠിച്ചു കഴിഞ്ഞില്ലേ? ഒന്നാം ചാപ്റ്റർ എന്താണ്? ദ്രവബലങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്ലൂയിഡ് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ തൊട്ട് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പാഠത്തിന് പേരെന്താണ്? എന്താണ്? ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലേ, അല്ലെങ്കിൽ ചലന നിയമങ്ങൾ. അപ്പോൾ നിങ്ങൾ ന്യൂട്ടൺ എന്നാരാണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? വളരെ ഫേമസ് ആയ സയൻറ്റിസ്റ്റാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹത്തിൻ്റെ കുറച്ച് ലോസ് ഉണ്ട്. നമ്മുടെ മോശവുമായി ബന്ധപ്പെട്ട കുറച്ച് ലോസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്നാം ചലന നിയമമൊന്നും രണ്ടാം ചലന നിയമമൊന്നും മൂന്നാം ചലന നിയമങ്ങളൊന്നും അവിടെ കുറച്ച് ലോകളുണ്ട്. അതൊന്നും ഈ പാഠത്തിലില്ല, അത് അടുത്ത പാഠത്തിലാണ് പഠിക്കാറുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഈ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഓക്കെ, ഇക്വേഷൻ ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുകയാണെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുള്ളവരറിയാം. ഇടയ്ക്കിടയ്ക്ക് അതിനകത്തൊരു ഗ്രാഫ് കാണിക്കുമല്ലേ? ഇങ്ങനത്തെ ഒരു ഇങ്ങനെ പോകുന്ന ഒരു ചെറിയൊരു ഗ്രാഫ് കാണിക്കും. റൺസ് ഓവർ റൺസ് വരുന്ന കുറച്ച് ഗ്രാഫ് കാണിക്കൂല്ലേ? അതിനിടയ്ക്ക് കുറച്ച് ഡോട്ടൊക്കെ കാണും ഇല്ലേ? അതായത് ഒരു ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ എത്ര, ഒരു 50 ഒരു 100 ഓവർ വരുന്ന ഒരു വലിയൊരു ഡേറ്റ ആയിരിക്കത്തില്ല. ഓരോ ഓവറിലും ഇത്ര റൺ വെച്ച് മാറുന്നു, ഇത്ര വിക്കറ്റ് വെച്ച് മാറുന്നു, ഒരു ബാറ്റ്സ്മാൻ എത്ര റൺ എടുത്തു. അങ്ങനെ ഓരോ ഓവർ കഴിയുമ്പോഴും റൺ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കുന്നു, വിക്കറ്റുകൾ മാറുന്നു. അങ്ങനെ ഒരു 100 ഓവർ മാച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ടേബിളൊക്കെ സങ്കല്പിക്കുക. ഓരോ ഓവറും റൺസുമായിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും സങ്കല്പിക്കുക. ഒരു ചെറിയ ടേബിളായിരിക്കും അല്ല, അതെന്തായിരിക്കും, ഒരു വലിയ ടേബിളായിരിക്കും അല്ലേ? അപ്പോൾ മൂന്നാമതൊരാൾ, അതായത് കളി കാണാത്ത വേറൊരാൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ കളിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ടേബിൾ കൊടുത്താൽ മതി. പക്ഷെ അത് വലിയ ഡേറ്റയല്ലേ, ഒരു വലിയ ടേബിളല്ലേ, നോക്കി മനസ്സിലാക്കി കുറേ സമയം എടുക്കത്തില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റും, അതിനൊരു പിക്ചറാക്കി മാറ്റും, ഒരു പടമാക്കി മാറ്റും. പടമാകുമ്പോൾ എന്ത് ചെയ്യും, എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ? അപ്പോൾ ഒരു വലിയ ഡേറ്റയെ നമ്മൾ എന്തായി മാറ്റുകയാണ്, ഒരു പിക്ചറിലൂടെ എന്ത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന തരത്തിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണെന്ത് നമ്മളെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അതെന്ത് വേണം, 2 അക്ഷങ്ങൾ വേണം, 2 ആക്സിസ് വേണം. വേണ്ടേ? വേണം. ഏതൊക്കെയായിരിക്കും നമുക്ക് അറിയാം. എന്തൊക്കെയാണ്? എക്സ്, പിന്നെ ആര്, വൈ അല്ലേ? ഇപ്പോൾ ഈ 2 അക്ഷങ്ങൾ എക്സ് എന്ന അക്ഷവും വൈ എന്ന അക്ഷവും കൂടി ചേരുന്ന ഒരു ബിന്ദുവാണ് ഇല്ലേ? ആ ബിന്ദു ആയിരിക്കും ആര്, ഈ ബിന്ദു അല്ലേ? നമ്മൾ എന്ത് വിളിക്കും ഇതിനെ? ഒറിജിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഒറിജിൻ എന്ന് വിളിക്കും. ആരാണ്? ഒറിജിൻ അല്ലേ? ഈ ഗ്രാഫിൽ എല്ലാ അളവുകളും തുടർന്ന് എവിടെ നിന്നായിരിക്കും? എല്ലാ അളവും തുടർന്ന് എവിടെ നിന്നായിരിക്കും? ഈ ഒറിജിൻ എന്ന ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്ന എല്ലാ അളവുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഒറിജിൻ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാര്യം എന്താണ്? എല്ലാ അളവും തുടങ്ങുന്ന എവിടെ നിന്നാണ്? 0 നിന്നല്ലേ? അപ്പോൾ 0 നിന്ന് അങ്ങോട്ട് മേളിലോട്ട് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് 1 2 3 4 അങ്ങനെ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്തി പോവുകയാണ്. ഞാൻ മേലോട്ട് എന്ത് ചെയ്യുന്നു, 1 2 3 4 അങ്ങനെ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്സിസിൽ അക്ഷരത്തിൽ എന്ത് കൊടുക്കുന്നത്, നമ്പേഴ്സ് കൊടുക്കുന്നത് ഇല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്പേഴ്സ് 0 നിന്ന് മുന്നിലോട്ട് മാത്രമല്ല, എന്തുകൊണ്ട് 0 പിന്നിലേക്കും ഉണ്ട് ഇല്ലേ? എന്ത് വിളിക്കും അതിനെ? മുന്നിലേക്കുള്ള എന്ത് വിളിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് എന്നും, ഇതേക്കുള്ള എന്ത് വിളിക്കും നമ്മൾ?
നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ -1, -2, -3 അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ നെഗറ്റീവ് സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും എക്സ് മുന്നോട്ട് ആരാണ്, പൂജ്യത്തിന് മുന്നോട്ടല്ലേ. അപ്പോൾ എക്സിൽ ആരായിരിക്കും, പോസിറ്റീവ് സംഖ്യകളായിരിക്കും എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. വൈയിലാണെങ്കിലോ അവിടെ എങ്ങനെ തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണല്ലേ. അപ്പോൾ എന്ത് വേണം നമുക്ക്, നെഗറ്റീവ് നമ്പേഴ്സ് എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ് ആക്സിനെ എന്ത് ചെയ്യും, പിന്നിലേക്ക് എന്ത് ചെയ്യും, നീട്ടി വരയ്ക്കും. വയ്ക്കുന്നു, പിന്നിലേക്ക് എന്ത് ചെയ്യുന്നു, നീട്ടി വരയ്ക്കുന്നു. അതേപോലെ എന്ത് ചെയ്യും, വൈ ആക്സിനെ എന്ത് ചെയ്യും, താഴേക്ക് എന്ത് ചെയ്യും, നീട്ടി വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് കഴിക്കും, പൂജ്യത്തിൻ്റെ പിന്നിലേക്ക്, അതായത് എക്സിൽ കൊടുത്തതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ കൊടുക്കും, പിന്നിലേക്ക് കൊടുക്കും. അതായത് -1, -2, -3, -4. ഇവിടെ അതുപോലെ തന്നെയാണ്. വൈയിൽ കൊടുക്കുന്ന നമ്പേഴ്സിൻ്റെ നേരെ നേരെ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ കൊടുക്കും, വൈക്ക് താഴോട്ട് കൊടുക്കും അല്ലേ. -1, -2, -3, -4 അങ്ങനെ കൊടുക്കും. എന്നിട്ട് പിന്നിലേക്ക് നീട്ടി വരച്ചതിന് എന്ത് വിളിക്കും നമ്മൾ, എക്സ് ഡാഷ് എന്നും താഴെ കുറിച്ച് എന്ത് വിളിക്കും നമ്മൾ, വൈ ഡാഷ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്, എക്സ്, വൈ, എക്സ് ഡാഷ്, വൈ ഡാഷ്. ഇത്രയാണ് എന്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിലെ അക്ഷരങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു എക്സ് വൈ പ്ലെയിൻ നമുക്ക് വിളിക്കാം. കാര്യം എന്താണ്, എക്സ് ആക്സും വൈ ആക്സും അല്ലേ. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കും, എക്സ് വൈ പ്ലെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, അക്ഷരങ്ങൾ വരച്ചു, ആക്സ് വരച്ചു. ഏതൊക്കെ, എക്സ് വരച്ചു, വൈ വരച്ചു, എക്സിനെ പുറകോട്ട് നീട്ടി ആര് വരച്ചു, എക്സ് ഡാഷ് വരച്ചു. അവിടെ എന്ത് കൊടുത്തു, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു. അതേപോലെ എന്ത് കൊടുത്തു, വൈ വരച്ചു, വൈനെ താഴേക്ക് നീട്ടി വരച്ചു എന്തെടുത്തു, വൈ ഡാഷ് കൊടുത്തു. അവിടെ എന്ത് കൊടുത്തു, വൈ കൊടുത്തതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് രേഖപ്പെടുത്തും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് എങ്ങനെ രേഖപ്പെടുത്താൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സ് വരച്ചു കഴിഞ്ഞു, ആക്സിന് എന്ത് കൊടുത്തു, നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി എന്താണ് ഈ ആക്സിൻ്റെ ഉപയോഗം, നമ്പേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ കൊടുക്കണം നമ്പേഴ്സ്, തോന്നുന്ന പോലെ കൊടുത്താൽ മതിയാണ്. തോന്നുന്ന പോലെ കൊടുത്താൽ ശരിയാവില്ല. അതെന്ത് വേണം, കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, ഏതൊക്കെ, എക്സ്, വൈ, എക്സ് ഡാഷ്, വൈ ഡാഷ്. ഞാൻ എന്തിനാ ഇങ്ങനെ ആഡ് കാണിച്ചിട്ട് എന്തിനാണ്, ഈ പ്ലെയിൻ എന്ത് ചെയ്യുന്നില്ല, തീരുകയാണോ, അല്ല പ്ലെയിൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആക്സ് എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്ത് പൊട്ടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തീരത്തില്ല. നമുക്ക് എത്രത്തോളം വേണമെങ്കിലും എന്ത് ചെയ്യാം, നീട്ടി വരയ്ക്കാം. കാര്യം നമ്പേഴ്സ് എപ്പോഴും തീരും അല്ലേ, നമ്പേഴ്സ് ഒരിക്കലും അതിൻ്റെ അവസാനം ഇല്ലല്ലേ, ഒരു എൻഡ് പോയിന്റ് ഇല്ലല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ ആക്സിന് എന്ത് ചെയ്യും, എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നീട്ടി വരയ്ക്കാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കാണിക്കാൻ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ആരും എന്ത് ചെയ്യുന്നത് ചെയ്യണത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, ആക്സ് വരച്ചു, എന്ത് രേഖപ്പെടുത്തി, ഒറിജിൻ രേഖപ്പെടുത്തി. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായ അളവിൽ ഒരേപോലെ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ എടുക്കുക, അടുത്തൊരു സെൻറ്റിമീറ്റർ, അടുത്തത്, അങ്ങനെ എന്ത് ചെയ്യുക, കൃത്യമായ അളവിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇനി ഒന്നിനെ വേണമെന്നില്ല, നമുക്ക് എന്തെടുക്കാം, 0.5 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ നമുക്ക് എന്ത് ചെയ്യാം, 0.5 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ 3 എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ എന്തായിരിക്കണം, ആദ്യം എത്ര എടുത്തോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങോട്ട് കണ്ടിന്യൂ പോവുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്തു, 1 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും, അവിടെ എത്ര തന്നെയായിരിക്കണം,
സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പുറം എത്ര ആയിരിക്കണം? 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെ എന്ത് ചെയ്തു? 1 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു? എക്സ് ആക്സിസ് എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്ററല്ലേ എടുത്തത്. അപ്പോൾ വൈയിൽ 2 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും? ഇല്ല. ഞാൻ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കില്ല. ഇവിടെ എത്ര തന്നെ ആയിരിക്കണം? 1 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഒരു സ്കെയിൽ എടുത്തു, ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ചുമ്മാ കൈ കൊണ്ടാണോ മാർക്ക് ചെയ്യണം? നിങ്ങൾ അല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം, മാർക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം? സൗകര്യത്തോടെ എന്ത് ചെയ്യുന്ന ഞാൻ കൈ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാ ആക്സിലും എന്ത് കൊടുത്തു ഞാൻ? ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണ് എടുത്തത്, അല്ലെങ്കിൽ ഇവിടെ എത്ര അളവാണ് എടുത്തത്, അതുപോലെ എന്ത് ചെയ്തു? ഞാൻ മൊത്തം എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഞാൻ നമ്പേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ 0 അല്ലേ? ഞാൻ 1 2 3 4 5 6 ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ പോകുന്നു. അപ്പോൾ മേലോട്ട് എന്ത് ചെയ്യുന്നു? എടുക്കുന്നു 1 2 3 4 5 ഇവിടെ പോകുന്നു. ഇനി എക്സ് ആക്സ് ആരാണ്? എക്സിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു -1 -2 -3 -4. ഇനി വൈ ഡാഷ് ആരാണ്? വൈയുടെ നെഗറ്റീവ് നമ്പേഴ്സ്. -1 -2 -3 -4 -5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് രേഖപ്പെടുത്തി? നമ്പേഴ്സ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു XY പ്ലെയിനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരികയാണെങ്കിൽ ആ പോയിന്റ് എന്ത് പറയണം? സ്ഥാനം പറയണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീടുണ്ടാകത്തില്ലേ? ആ വീടിന് എന്ത് കാണും? ഒരു അഡ്രസ്സ് കാണും. അതേ അഡ്രസ്സുള്ള വേറൊരു വീട് കാണും? ഇല്ല. അതെന്തായിരിക്കും? ഒരു യൂണീക്ക് അഡ്രസ്സ് ആയിരിക്കും അല്ലേ? കാരണം നിങ്ങളുടെ പേരിൽ നിങ്ങൾ അഡ്രസ്സ് വെച്ച് ഒരു പോസ്റ്റ് ഒരു കത്ത് എഴുതിയാൽ അത് കൃത്യമായിട്ട് അവിടെ വരും, നിങ്ങളെ വീട്ടിൽ വരും. കാര്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് മാത്രമേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഐഡൻറ്റിറ്റി കാണത്തില്ലേ? ഇന്നയാളുടെ മകൻ പേരിൻ്റെ ഇൻഷുല്ല, അതുപോലെ എന്ത് കാണും? ഒരു ഐഡൻറ്റിറ്റി കാണും. അതുപോലെ തന്നെയാണ് നമ്മൾ ആരും ഈ XY പ്ലെയിനിൽ ഒരു പോയിന്റ് ഇട്ടാലും അയാൾക്ക് എന്ത് കാണും? ഒരു അഡ്രസ്സ് കാണും. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പോയിന്റ് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിന് നമുക്ക് എന്ത് പറയേണ്ടി വരും? അതിന് സ്ഥാനം എന്ത് ചെയ്യേണ്ടി വരും? പറഞ്ഞു കൊടുക്കേണ്ടി വരും. എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ ആകെ നമുക്ക് ആരൊക്കെ ഉണ്ട്? എക്സും ഉണ്ട്, വൈ പ്ലെയിനും ഉണ്ട്, അല്ലെങ്കിൽ x ഡാഷ് y ഡാഷ് പ്ലെയിനും ഉണ്ട്. അപ്പോൾ ഇവ വെച്ചോണം എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. ഓക്കെ, എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് നോക്കണം? എക്സിൻ്റെ ഏത് പോയിന്റിന് നേർക്കാണ്, ഏത് നമ്പർ നേർക്കാണ് ആ പോയിന്റിലൂടെ നോക്കുക. എങ്ങനെ നോക്കും? ആ പോയിന്റ് എന്ത് ചെയ്യുക? എക്സിലോട്ട് എന്ത് വരച്ച് നോക്കുക? പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നോക്കുക. എന്താ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കണം? കറണ്ട് എങ്ങനെ ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ എന്ത് കൂട്ടിമുട്ടും? എക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൂട്ടിമുട്ടുന്നില്ലേ? ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. 2 എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്തു? കൂട്ടിമുട്ടി. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാര്യം എന്താണ്? നമ്മളെ എക്സിൽ ഒരുപാട് 2 കാണത്തില്ലേ? ഇവിടെ എല്ലാം എന്തായിരിക്കും? 2 തന്നെയല്ലേ? അപ്പോൾ ഒരു പോയിന്റ് മാത്രം പോരാ. പിന്നെ ആര് വേണ്ടി വരും? ഇനി ആര് വേണ്ടി വരും? വൈ വേണ്ടി വരും ഇല്ലേ? അപ്പോൾ എക്സ് മാത്രം വെച്ച് പറയാൻ പറ്റും? ഇല്ല. എക്സ് ഏത് നേരത്തെ കിട്ടി? 2 നേരക്കാണ് ആ പോയിന്റ് ഉള്ളത്. ഇനി ആരും നോക്കുക? വൈയുടെ ഏത് പോയിന്റ് നേരക്കാണെന്ന് നോക്കുക. എങ്ങനെ നോക്കാം? നേരത്തെ എന്താ ചെയ്തത്? എക്സിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. അതേപോലെ എന്ത് ചെയ്യുക? വൈയിലോട്ട് എന്ത് വരയ്ക്കുക? ലംബം വരച്ച് നോക്കുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നോക്കുക. അപ്പോൾ എന്ത് കിട്ടുന്നു? ഞാൻ എന്ത് വിളിക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഓക്കെ, നിങ്ങൾ കൈ വരച്ച് നോക്കുകയാണ് ചെയ്യാനുള്ള അല്ല. എന്ത് ചെയ്യുക? സ്കെയിലെടുത്ത് കറക്റ്റ് എന്ത് ചെയ്യുക? പിടിച്ച് വരച്ച് നോക്കുക. അപ്പോൾ എന്ത് കൂട്ടിമുട്ടി? 2 എന്ന നമ്പർ നേരക്കില്ല, അല്ലെങ്കിൽ ലൈൻ കൂട്ടിമുട്ടിയില്ലേ? അതിനർത്ഥം എന്താണ്? ഈ പോയിന്റ് ഏത് നേരത്തുള്ളതാണ്? വൈയിലെ 2 എന്ന നമ്പറിന് നിരക്കുള്ളതാണ്. അപ്പോൾ എന്ത് കിട്ടി? 2. കാര്യം എന്താണ്? എക്സിൽ 2 കിട്ടി, വൈയിൽ എത്രയെന്ന് കിട്ടി? 2 വന്നു. അതെന്ത് ചെയ്യുന്നു? ഒരു ബ്രാക്കറ്റിൽ കാണിക്കുന്നു. അപ്പോൾ 2,2 അതാണെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണെന്ത്? ഈ 2,2. എന്ത് ചെയ്യുന്നു? എക്സിലെ 2 നേർക്ക് നിൽക്കുന്നു. അതേപോലെ അടുത്ത വൈയിലെ 2 നേർക്ക് നിൽക്കുന്നു. അതാണെന്ത്? 2,2. അപ്പോൾ കോർഡിനേറ്റ്സ് പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്?
ആദ്യം ആരെഴുതുക? എക്സിന് നേർക്ക് നിൽക്കുന്ന ആരാണോ അത് എഴുതുക. അടുത്ത ആരെഴുതുക? വൈയിൽ നേർക്ക് നിൽക്കുന്ന ആരാണോ അത് എഴുതുക. അങ്ങനെ എന്ത് ചെയ്യുക? ഒരു ചെറിയ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് എന്ത്? കോർഡിനേറ്റ്സ്. ഈ 2,2 എന്ന കോർഡിനേറ്റ് ഉള്ള വേറെ ഏതെങ്കിലും പോയിന്റ് ഈ ഗ്രാഫിൽ കാണും? ഇല്ല. അത് ഒരേ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു വേറെ പോയിന്റ് നോക്കാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ എ എന്ന് വിളിക്കാം, നമുക്ക് എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് അതിനെന്ത് പറയണം? കോർഡിനേറ്റ്സ് പറയണം. എങ്ങനെ പറയാം? ആദ്യം നോക്കണം. ആദ്യം എക്സിന് നേർക്കുള്ള നോക്കുക, അല്ലെങ്കിൽ എക്സ് അക്ഷത്തിലേക്ക് എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടെ ആരാണ്? എക്സ് ഡാഷ് ആണ് അല്ലേ. ഇപ്പോൾ എന്ത് വരയ്ക്കുന്നു? നമ്മൾ എക്സിന് നേർക്ക് വരച്ചു അല്ലേ. ഇപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി -2 എന്ത് ചെയ്തു? കൂട്ടിമുട്ടി. അപ്പോൾ ഏതായിരിക്കും? ആദ്യത്തെ സംഖ്യ -2. ഇനി ആയിട്ട് പറയണം വൈയിൽ വരയ്ക്കണം അല്ലേ. നേരത്തെ ചെയ്തോളം എന്ത് ചെയ്യുക? വൈയിലോട്ട് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ കൂട്ടിമുട്ടി -3 കൂട്ടിമുട്ടി. അപ്പോൾ വൈയിൽ എത്ര? വൈ ഡാഷിൽ എത്ര? -3. അപ്പോൾ -2, -3. അതാണ് എന്ത്? നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഇനി -2, -3 എന്ന് പറയുന്ന മറ്റേതെങ്കിലും പോയിന്റ് എന്ത് കാണും? ഇല്ല. അതാര് മാത്രമായിരിക്കും? ഈ ബി എന്ന് പറയുന്ന പോയിന്റ് മാത്രമായിരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു? സി എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അതിൻ്റെ കോർഡിനേറ്റ്സ് പറയുന്നത് 5, -2 ആണ്. 5, -2 ആണെന്ന് സി എന്ന് പറയുന്ന മറ്റൊരു എന്ത് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യമുള്ള ആരായിരിക്കും? ആദ്യമുള്ളത് എക്സ് ആയിരിക്കും. രണ്ടാം നമ്പർ ആയിരിക്കും? വൈ ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുക, എക്സിൽ 5 കണ്ടുപിടിക്കുക. എക്സിൽ 5 ആരാണ്? അത് അവിടെ ഉണ്ടല്ലേ. എക്സ് 5 കിട്ടി. ഇനി നോക്കുക, അത് വൈ ആണോ വൈ ഡാഷ് ആണോ? മൈനസ് ആണ്. അപ്പോൾ എവിടെയായിരിക്കും? വൈ ഡാഷിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? 5ൽ നിന്ന് താഴേക്ക് എന്ത് വരയ്ക്കുക? ഒരു കൃത്യമായ എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു താഴേക്ക്. ഇനി ഏതാണ്? -2 അല്ലേ. -2 കണ്ടില്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ 5 വരച്ച ലൈനല്ലേ, അതിലേക്ക് എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നോക്കുക. ഇപ്പോൾ എവിടെയും കൂട്ടിമുട്ടെന്ന് നോക്കുക. എവിടെ കൂട്ടിമുട്ടി? ഇവിടെ കൂട്ടിമുട്ടിയില്ലേ. അതായിരിക്കും നമ്മുടെ ഈ സി എന്ന് പറയുന്ന 5, -2 എന്ന് പറയുന്ന പോയിന്റ്. ബാക്കി എല്ലാത്ത വരകളൊക്കെ ചെയ്യുക, മാച്ച് കളയാം. ഈ വരകളൊന്നും വരയ്ക്കണമെന്നില്ല. ഇതൊന്നും ഗ്രാഫിലുള്ള വരകളല്ല. നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കാൻ വേണ്ടി വരച്ച വരകളാണ്. ഈ പോയിന്റ് മാത്രം എന്ത് ചെയ്യാറുള്ളൂ? ഗ്രാഫിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ബാക്കി എന്താണ്? നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരച്ച വരകളാണ്. അതെന്ത് ചെയ്യുക? വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മാച്ച് കളയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ എന്ത് കിട്ടി? 5, -2 കിട്ടി. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. നമുക്ക് ഡി എന്ന് പറഞ്ഞ അടുത്തൊരു പോയിന്റ് നോക്കാം. -1, -3 എന്ന് പറഞ്ഞ പോയിന്റിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ആരാണ്? എക്സ് ഉള്ളതാണ് അല്ലേ. രണ്ടാമത് വൈ. ആദ്യം നോക്കുക, എക്സിലുള്ള -1 കണ്ടുപിടിക്കുക. അതെവിടെയിരിക്കും? എക്സ് ഡാഷിലുണ്ടല്ലേ -1. അപ്പോൾ അടുത്തെന്ത് നോക്കുക? വൈ നോക്കുക. വൈ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഇപ്പോൾ എങ്ങോട്ടായിരിക്കും? വൈ മേലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നിന് എന്ത് ചെയ്യുക? മുകളിലോട്ട് എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? വൈയിൽ 3 അല്ലേ. വൈയിൽ 3 കിട്ടിയില്ലേ. ഇനി വൈ 3 എന്ത് ചെയ്യുക? ഒന്നിലേക്ക് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ കൂട്ടിമുട്ട നോക്കുക. ഇവിടെ കൂട്ടിമുട്ടിയല്ലേ. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? മാച്ചുകളായ നമുക്ക് എന്ത് കിട്ടി? ഡി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. അതിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? -1, -3 അതിൻ്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന ഒരു ഗ്രാഫിൽ നമ്മൾ പോയിന്റ് എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രാഫിൽ എവിടെ പോയിന്റാലും നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഇവിടെ പോയിന്റിട്ടാലും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്ത് ചെയ്താൽ മതി? വരച്ച് നോക്കിയാൽ പോലെ മതി. കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഞാൻ വേറൊരു പോയിന്റ് പറയാം, അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഈ എന്ന് പറഞ്ഞ അടുത്തൊരു പോയിന്റ് എത്രയാണ്? 2.5, 3.5. അത് കാണുന്നുണ്ടോ നിങ്ങൾ? അത് ആദ്യം എക്സ് നോക്കണം അല്ലേ? എക്സിലേക്ക് 2.5 കണ്ടുപിടിക്കുക. നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ആരില്ല 2.5 ഉണ്ടാ? ഞാൻ അത് എഴുതിയിട്ടില്ല, പക്ഷെ എന്തുണ്ട് ഗ്രാഫിനകത്തുണ്ട് ഇല്ലേ? എന്താ നമ്മളെ 2നും 3നും ഇടയിലൊരു ഗ്യാപ്പില്ലേ? ഉണ്ടായില്ലേ? എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഞാൻ അടുത്ത് പറഞ്ഞു, എത്രയാണ് എടുത്തത്? ഞാൻ 1 സെന്റിമീറ്റർ ആണ് എടുത്തത്. അപ്പോൾ 2 മുതൽ 3 വരെ എന്ത് കാണും? 1 സെന്റിമീറ്റർ ഗ്യാപ്പ് കാണും. നമ്മളെ കാണത്തില്ലേ? നിങ്ങൾ ആ സ്കെയിൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ നമ്മൾ എത്ര ആക്കി മാറ്റിയിട്ടുണ്ട്? 10 മില്ലിമീറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് അനത്തിലായിട്ട് മാറ്റും. ഒരു 10 വരകൾ കാണത്തില്ല എൻ്റെ ഇടയിൽ, നമ്മളെ കാണൂലേ? അപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ എത്ര എവിടെ വരുമായിരിക്കും? 2നും 3നും നടുക്കായിട്ട് വരത്തില്ലേ? വരത്തില്ലേ? 2.5 എത്ര ആയിരിക്കും? 3നും 2നും നടുക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എവിടെ ആയിരിക്കും? 2നും 3ൻ്റെയും കൃത്യം മിഡ് പോയിന്റ് ആയിരിക്കും. ആര്? 2.5. നമുക്ക് 2.5 കിട്ടി. ഇനി ആര് വേണം? വൈയില് 3.5 വേണമായിരിക്കും. അതവിടെ കിട്ടുമായിരിക്കും. വൈയില് 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 3.5 എവിടെ വരും? 3നും 4നും കൃത്യം എവിടെ വരും? മിഡ് പോയിന്റിൽ വരും. ബാക്കി നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യണം? മേലോട്ട് പക്കലിനെ വരയ്ക്കുക, വൈന്ന് വരയ്ക്കുക, ഇവിടെ കൂട്ടിവിടെ നോക്കുക, ബാക്കി മാറ്റി കളയുക. അതായിരിക്കും എന്ത്? നമ്മുടെ ഈ എന്ന് പറഞ്ഞ അടുത്ത പോയിന്റ്. 2.5, 3.5. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത്. ഇനി 2 അല്ലെങ്കിൽ -4.6 എന്ന് പറഞ്ഞ പോയിന്റാണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സിൽ -4.6 എന്ന് പറയുന്ന ഒരു പോയിന്റ് രേഖപ്പെടുത്തണം. എങ്ങനെ രേഖപ്പെടുത്താൻ പറ്റും? അപ്പോൾ എക്സിൽ -4.6, 4 ഉണ്ട്, 5 ഉണ്ട്. 4.6 ഉണ്ടോ? ഇല്ല. നമുക്ക് അറിയാം, നമ്മളൊരു സ്കെയിൽ എടുത്ത് വെച്ചാൽ ഇതൊരു സെന്റിമീറ്റർ ആണെങ്കിൽ എന്നിട്ട് എത്ര ഡിവിഷൻ കാണും? 10 ഡിവിഷൻ കാണത്തില്ലേ? കാണൂലേ? കാണും. അപ്പോൾ 4 കഴിഞ്ഞ് അടുത്ത വര ആരായിരിക്കും? അത് 4.1 ആയിരിക്കും. അടുത്ത വര 4.2, അടുത്ത വര 4.3. അങ്ങനെ എന്ത് ചെയ്യും? ആവർത്തിച്ച് പോകും. അപ്പോൾ എത്രാമത്തെ വരയായിരിക്കും? 4.6. ആറാമത്തെ വരയായിരിക്കും എന്ത്? 4.6. അപ്പോൾ 4 കഴിഞ്ഞ് 6ാമത്തെ വരെ എടുക്കുമ്പോൾ എത്ര കിട്ടും? -4.6 എന്ന പോയിന്റ് കിട്ടും. കിട്ടില്ലേ? കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ എളുപ്പമുള്ള ചോദിക്കാം, 0, 0 എന്ന് പറയുന്ന പോയിന്റ് ആരായിരിക്കും? അതായത് എക്സിലെ 0 വെള്ളി, വൈയിലെ 0 ഇതല്ലേ? വെള്ളി 0, 0 എന്ന കോർഡിനേറ്റുള്ള പോയിന്റ് അതാരായിരിക്കും? അത് നമ്മുടെ ഒറിജിൻ ആയിരിക്കും അല്ലേ? അതായിരിക്കും നമ്മുടെ ഒറിജിൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒറിജിൻ കോർഡിനേറ്റ് എത്രയാണ്? 0, 0. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഗ്രാഫിൽ എന്ത് ചെയ്യുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുന്ന മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പോയിന്റ്സ് എന്ത് ചെയ്യേണ്ടി വരും? ഗ്രാഫിൽ കണ്ടുപിടിക്കാനായിട്ട് വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വർക്ക് ചെയ്യാം. അവിടെ എളുപ്പത്തിൽ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യുക? ഞാൻ ഇപ്പോൾ എഴുതുന്ന ഒരു 3 പോയിന്റ് എന്ത് ചെയ്യുക? പെട്ടെന്ന് മാർക്ക് ചെയ്യുക.
എന്താണ് സാധാരണ ഒരു പേപ്പറിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്ന വരയ്ക്കുന്നത് നോക്കിയത്. ഇനി നമുക്കറിയാം ഇത് തന്നെ ഗ്രാഫ് പേപ്പർ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഗ്രാഫ് പേപ്പർ എന്താ അറിയാമല്ലോ, കണ്ടു കാണാം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരുപാട് എന്ത് ചെയ്യുന്ന വരകളുള്ള ഒരു പേപ്പറിൽ കണ്ടിട്ടില്ലേ, അതാണ് എന്ത് ഗ്രാഫ് പേപ്പർ. നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്ന നേരത്തെ വരച്ച ഗ്രാഫ് സാധാരണ കയ്യിലാണ് വരയ്ക്കുന്ന, ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്ന. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ സാധാരണ ഒരു പേപ്പർ എടുത്ത് അതിനെന്ത് ചെയ്യുന്നു കൃത്യമായ അളവിൽ എന്ത് ചെയ്യുന്നു ലൈൻസ് വരച്ചേക്കുന്നു. അത് എത്രയുള്ള ഇത് ഗ്രാഫ് പേപ്പറിൽ അത് ഒരുപാട് വരകൾ കാണാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറേ കട്ടിയുള്ള വര കാണത്തില്ലേ, അത് തമ്മിലുള്ള ലെങ്ത് എത്രയായിരിക്കും, അത് നേരത്തെ ഞാൻ പറഞ്ഞ എത്രയായിരിക്കും 1 സെൻറ്റിമീറ്റർ ഇത് ആയിരിക്കും. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്താ പറയുക ഗ്യാപ്പ്, അതായത് 1 സെൻറ്റിമീറ്റർ ഇതുള്ള നമുക്ക് കുറേ കട്ടിയുള്ള ലൈൻസ് കാണും. അതിൻ്റെ ഇടയിൽ കുറെ കുഞ്ഞു വരകൾ കാണത്തില്ലേ, അതായത് നമ്മൾ സ്കെയിലിൽ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ ആകുന്നില്ലേ, അതേപോലെ ഈ സെൻറ്റിമീറ്റർ എന്ത് ചെയ്യും ഇവിടെ എത്ര ആയിരിക്കും മാറ്റും ഓരോ മില്ലിമീറ്റർ വീതമുള്ള ലൈൻസ് ആയിട്ട് കുറിച്ചിട്ടുണ്ട്. അതായത് ഇതിനിടയിൽ എത്ര ലൈൻസ് കാണും 10 ലൈൻസ് കാണും. 1 സെൻറ്റിമീറ്ററിനെ 10 മില്ലിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് എന്ത് ഗ്രാഫ് എന്ന് പറയുന്ന സാധനം. അതായത് നമുക്ക് എന്ത് വേണ്ടിയിട്ടില്ല, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അതിനകത്ത് എങ്ങനെ രേഖപ്പെടുത്തുന്നത് വെച്ചാൽ ആദ്യം എന്ത് വരയ്ക്കുക, XY പ്ലെയിൻ വരയ്ക്കുക. ഓക്കെ, നമ്മൾ X Y രേഖപ്പെടുത്തിയില്ലേ, X Y Y ഡാഷ് X ഡാഷ്. ഓക്കെ, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. നടുക്കുള്ള പോയിന്റ് ഒറിജിൻ എന്ത് ചെയ്യുന്ന എല്ലാ അളവും ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു നേരത്തെ നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് കണ്ടുപിടിച്ചില്ലേ, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണ്, ലൈൻ എന്തായിരിക്കും കൃത്യമായ ലെങ്ത് ഉള്ളതായിരിക്കും, 1 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളതായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു 2, 4, 6 അങ്ങനെ എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്ത് പോകും. മേലോട്ടും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഞാൻ മേലോട്ട് എന്ത് ചെയ്യുന്നു 1, 2, 3, 4 എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു. ഇനി എക്സ് ഡാഷ് എങ്ങനെ മാർക്ക് ചെയ്യണം, എക്സ് ഉള്ളത് നെഗറ്റീവ്, അതായത് എത്ര ഇരിക്കണം -2, -4 എന്ന് എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം. താഴോട്ട് എങ്ങനെ ഇരിക്കണം, വൈ ഉള്ളതിന് അതേപോലെ നെഗറ്റീവാ, അതായത് -1, -2 എന്ന് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും, ഇപ്പോൾ 4,3 എന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിക്കും നേരെ എവിടെ വരിക, 4 വരിക. 4 ഉള്ള ലൈനില്ലേ, പർപ്പിൾ ലൈനില്ലേ, പെർപെൻഡിക്കുലർ എവിടെ നോക്കുക, വൈയിൽ ആരാണ് 3 ആണല്ലേ. അപ്പോൾ വൈയിൽ 3 എന്ന് വരുന്ന ലൈനുമായിട്ട് എവിടെയാണോ കൂട്ടിമുട്ടിയത് നോക്കാം നമുക്ക്. 4 ഈ ലൈനല്ലേ, അതെന്ത് ചെയ്തു 3 നിന്ന ഈ ലൈനായിട്ട് കൂട്ടിമുട്ടിയില്ലേ ഇവിടെ വെച്ച്. അപ്പോൾ ഇതായിരിക്കും എന്ത് നമ്മളെ 4,3 എന്ന് പറയുന്ന പോയിന്റ്. മനസ്സിലായില്ലേ? ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ സ്കെയിൽ വെച്ച് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചില്ലേ, ലംബം വരച്ചില്ലേ, ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല. കാര്യം എന്താണ്, ഓൾറെഡി എന്തിട്ടുണ്ട് അവർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലൈൻ എന്ത് ചെയ്താൽ കണ്ടുപിടിച്ചാൽ മതി. സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, നമുക്ക് സ്കെയിൽ വെച്ച് പെർപെൻഡിക്കുലർ ലൈൻ കറക്റ്റായി വരച്ച് നോക്കേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആര് ഉപയോഗം, ഗ്രാഫിൻ്റെ ഉപയോഗം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് 2.7 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, നമ്മൾ 2 എടുക്കുക. അതിനകത്ത് എന്ത് പറഞ്ഞു ഞാൻ, മില്ലിമീറ്റർ ഡിവൈഡ് എന്ന് പറഞ്ഞില്ലേ, മുറിച്ച് ഭാഗിച്ചെന്ന് പറഞ്ഞില്ലേ, എത്ര ലൈൻ കാണും അതിൻ്റെ ഇടയിൽ 10 ലൈനാണെന്ന് പറഞ്ഞില്ലേ. എന്ത് ചെയ്യും, എണ്ണി നോക്കുക. അടുത്ത ലൈൻ ആരായിരിക്കും, അടുത്ത ലൈൻ ആരായിരിക്കും, എന്ത് ചെയ്യും എണ്ണി നോക്കുക. അപ്പോൾ ഓരോ ലൈനിൻ്റെയും വാല്യൂ എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ ഇടയിൽ ടോട്ടൽ എത്ര ലൈൻ കാണും, 10 ലൈൻസ് കാണും. കാണത്തില്ലേ, കാണും. അതേപോലെ 2 മുതൽ 4 വരെ, അപ്പോൾ ഗ്യാപ്പ് എത്രയായിരിക്കും, 4 - 2 എത്ര വരും, 2 എന്ന് വരും അല്ലേ. ഈ 2-ന്, അതായത് ഏത് 2-ന്, I2, അതായത് ഈ ഗ്യാപ്പിന് അല്ലേ, 2 മുതൽ 4 വരെ അല്ലെങ്കിൽ 4 മുതൽ 6 വരെ ആ ഗ്യാപ്പ് എത്ര വെച്ചായിരിക്കും, 2 വെച്ചായിരിക്കും പോകുന്നതല്ലേ. 2, 4, 6, 8, 10 അങ്ങനെയല്ലേ പോകുന്ന. ഓരോ ഗ്യാപ്പ് കഴിയുമ്പോൾ എത്ര വെച്ച് കൂടി പോകും, 2 വെച്ച് എന്ത് ചെയ്യും കൂടി പോകുന്നു. അപ്പോൾ ഈ വ്യത്യാസമായ 2-ന് എത്ര ലൈൻസ് ഉണ്ട്, 10 വരകളുണ്ട്. അതുകൊണ്ട് ഭാഗിച്ചാൽ എത്രയെന്ന് വരും,
2/10 എത്ര? 0.2 വരും. അതായത് 2 കഴിഞ്ഞുള്ള അടുത്ത വര ആരായിരിക്കും? 2.2 ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത വര 2.4 ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത വര 2.6 ആയിരിക്കും. അപ്പോൾ ആരെ കിട്ടിയപ്പോൾ 2.6 എന്ന് പറഞ്ഞ നമ്പർ കിട്ടി. കിട്ടി. അപ്പോൾ അടുത്ത വര ആരായിരിക്കും? 2.8 ആയിരിക്കും. അപ്പോൾ അടുത്ത വര ആരായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതായത് 2-നും 4-നും കൃത്യമായ നടുക്ക് ആര് വരും? 3 വരും. അത് കഴിഞ്ഞ് അടുത്ത 3.2. അങ്ങനെയാണെങ്കിൽ 1.8 എന്ന നമ്പർ വൈയിൽ എവിടെ വരുമായിരിക്കും? 1.8 എവിടെ വരുമായിരിക്കും? ഒന്ന് നോക്കാം. എത്ര ഉണ്ട്? 1, 2 അല്ലേ? അപ്പോൾ ഗ്യാപ്പ് എത്ര വെച്ചാണ്? 2 - 1 എത്രയാണ്? 1 ആണല്ലേ? 2 - 1 എത്ര? 1 ആണ്. എത്ര വരകൾ കാണാൻ ഇടയിൽ? 10 വരകൾ കാണാം. അപ്പോൾ 1/10 എത്ര വരും? 0.1. അപ്പോൾ 1 കഴിഞ്ഞ് അടുത്ത ലൈൻ ആരാണ്? 1.1. 1.1. അടുത്ത ലൈൻ 1.2. അങ്ങനെ കൂട്ടി എത്രയായിരിക്കും? 8ാമത് ലൈനായിരിക്കും ആയിരിക്കുന്നത് വൈയിൽ 1.8 എന്ന് പറയുന്ന പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ അനുസരിച്ച് എന്ത് ചെയ്യും? സ്കെയിൽ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? 5, 10, 15 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ വലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം ആരാണ്? 0 മുതൽ ഫസ്റ്റ് ലൈൻ വരെ കൊടുത്ത നമ്പർ എത്രയാണോ അതേ ഗ്യാപ്പ് ആയിരിക്കണം എന്ത് ചെയ്യാനുള്ളത്? മേലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളത്, ആവർത്തിച്ച് പോകാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യാനുള്ള ഒരു ഗ്രാഫിൽ എന്ത് ചെയ്യാനുള്ള ലൈൻസ് എന്ത് ചെയ്യാനുള്ള വരയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നും ഗ്രാഫിൽ എങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാഫിനൊക്കെ പേര് കൊടുക്കും. നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടി. അതിനുവേണ്ടി ഞാൻ ഒരു ഡേറ്റ തരാൻ പോവുകയാണ്. നമുക്ക് എന്ത് വേണം? ഗ്രാഫ് വരയ്ക്കണം. എന്ത് വേണം? ഒരു ഡേറ്റ വേണ്ടേ? ഡേറ്റ എല്ലാം ചുമ്മാ വരയ്ക്കാൻ പറ്റും? ഇല്ല. അതായത് എക്സിനും വൈയിലും ആരൊക്കെ വരയ്ക്കണം എന്നൊരു ഡേറ്റ ആണല്ലേ? ഡേറ്റ തരാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ. എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് എന്ത് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലോട്ടൊന്ന് മാറ്റി വരച്ചാൽ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിൽ ഉള്ള മെമ്പേഴ്സാണ് എന്ത് ചെയ്യാനുള്ള മേലുള്ള ടേബിള്, വൈയിലുള്ളതാണ് എന്ത് താഴത്തെ റോ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വായിക്കാന്ന് വെച്ചാൽ എക്സിൽ 0 ആകുമ്പോൾ വൈയിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അതേപോലെ എക്സിൽ 1 ആകുമ്പോൾ വൈയിൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. എക്സിൽ 2 ആകുമ്പോൾ വൈയിൽ 2, എക്സിൽ 3 ആകുമ്പോൾ വൈയിൽ 3. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ എന്ത് കോർഡിനേറ്റ്സ് വരുന്നത്. അല്ലെങ്കിൽ പെയറായിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? താഴെ ഉള്ളതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കത് ഇതിനെ എങ്ങനെ ഗ്രാഫിലോട്ട് മാറ്റാൻ നോക്കാം. അപ്പോൾ അത് എന്ത് വേണം? വേണ്ടി വരുമായിരിക്കും എക്സ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സ് നമുക്ക് വേണ്ട.
ഓക്കെ, നമ്മുടെ അക്ഷരങ്ങൾ വരച്ചു. ഇനി എന്ത് മാർക്ക് ചെയ്യുക? ഒറിജിൻ മാർക്ക് ചെയ്യുക. ഒറിജിൻ ആയിരിക്കും 0 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ടേബിൾ നോക്കാം. എങ്ങനെയാണ് ടേബിൾ വന്നത്? ഇതായിരുന്നു നമ്മുടെ ഡേറ്റ അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൽ വേണ്ട ആരൊക്കെയാണ്? എക്സിൽ ആവശ്യം ആരൊക്കെയാണ്? 0, 1, 2, 3 അങ്ങനെയെല്ലാം റിപ്പീറ്റ് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യാം? നമുക്ക് 1 സെൻറ്റിമീറ്റർ വെച്ച് എന്ത് ചെയ്യാം? നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടെ എന്ത് കൊടുക്കുന്നു? 1, 2, 3, 4, 5, 6 അങ്ങനെ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ് ആക്ഷൻ എങ്ങനെ ചെയ്യും? അവിടെയും 1 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ നേരെ മൈനസ് അല്ലേ? അപ്പോൾ -2, -3, -4, -5 നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി y ആയിട്ട് നോക്കാം. വൈയിൽ ആവശ്യം ആരാണ്? അവിടെയും 1, 2, 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാനുള്ളത് എക്സിലെ പോലെ തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തു. അവിടെ എന്ത് കൊടുക്കുന്നു? 1, 2, 3, 4, 5 എന്തിൽ കൊടുക്കുന്നു. ഇനി y ഡാഷിൽ എങ്ങനെ ഇരിക്കണം? വൈയിൽ രേഖപ്പെടുത്തിയതിൻ്റെ അതേ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ആക്സ് വരച്ചു. ആക്സ് എന്ത് കൊടുത്തു? നമ്പേഴ്സ് കൊടുത്തു. ഇനി നോക്കുക. ഇനി നമ്മൾ എന്ത് നോക്കുന്നു? പോയിന്റ്സ് നോക്കുന്നു. അപ്പോൾ നോക്കുക, ആദ്യത്തെ പോയിന്റ് ആരാണ്? എക്സിൽ 0, വൈയിൽ 0. അപ്പോൾ കോർഡിനേറ്റ് എങ്ങനെ എഴുതും? 0, 0, 0, 0. അതാരാണ്? എക്സിൽ 0 ഇതല്ലേ? വൈയിൽ 0 ആരാണ്? ഇത് തന്നെ. അതായത് ആ പോയിന്റ് ആരാണ്? ഒറിജിൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യമാണ്. 0, 0 പോയിന്റ് ആരാണ്? ഒറിജിൻ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ആരാണ്? എക്സിൽ 1, വൈയിൽ 1. അപ്പോൾ എത്രയായിരിക്കും? 1, 1. നോക്കാം. എക്സിൽ 1 ഇതല്ലേ? അതിന് എന്ത് ചെയ്യുന്നു? മേലോട്ട് വരയ്ക്കുന്നു. വൈയിൽ 1 വരയ്ക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ് കിട്ടിയില്ലേ? അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും എന്ത്? 1, 1. ഓക്കെ, കുറച്ച് വ്യക്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എഴുതി വരച്ചിരിക്കുന്നത്. നിങ്ങൾ വേറെ വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ എന്ത് വരച്ചു? 1, 1 പോയിന്റ് കിട്ടി. അപ്പോൾ ഈ പോയിന്റാണ് ആര്? 1, 1. ഈ പോയിന്റാണ് ആര്? 0, 0. അത് കഴിഞ്ഞ് നോക്കുക. അടുത്ത പോയിന്റ് ആരാണ്? എക്സിൽ 2, വൈയിൽ 2. എക്സിൽ 2 ഇതല്ലേ? അവിടെ എന്ത് ചെയ്യുക? മേലോട്ട് പെപ്പറിൽ എല്ലാം വരച്ച് നോക്കുക. വൈന്ന് 2 എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? വരച്ച് നോക്കുക. ഇവിടെ കൂട്ടിമുട്ട് നോക്കുക. അവിടെ കൂട്ടിമുട്ടി, ഇത് അവിടെ കൂട്ടിമുട്ടി. ബാക്കി വരച്ചത് എന്ത് ചെയ്യുക? മാച്ച് കളയുക. അവിടെ പോയിന്റ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ആരാണ്? 2, 2. അടുത്ത ആരാണ്? എക്സിൽ 3, വൈയിൽ 3. അപ്പോൾ എക്സിൽ 3 ഇതല്ലേ? അവിടെ എന്ത് ചെയ്യുക? വൈയിലോട്ട് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നോക്കുക. അവിടെ എന്ത് ചെയ്യുക? വൈയിൽ 3 അല്ലേ? ആ 3 എന്ത് ചെയ്യുക? എക്സിലോട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് നോക്കുക. എന്നും വരച്ച് നോക്കുക. ഗ്രാഫിലാണെങ്കിൽ അവിടെ വര കാണും. ആ വര കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ് കിട്ടി. ഇവിടെ കൂട്ടിമുട്ടി. പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് എഴുതണം? കോർഡിനേറ്റ്സ് എഴുതണം അല്ലേ? കോർഡിനേറ്റ്സ് എഴുതി. അപ്പോൾ 4 പോയിന്റ് ഇല്ലേ? 0, 0, 1, 1, 2, 2, 3, 3. 4 പോയിന്റ് കിട്ടി. ആ 4 പോയിന്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0, 0, 1, 1, 2, 2 ആൻഡ് 3, 3. ഈ 4 പോയിന്റ് എന്ത് ചെയ്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി എഴുതാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നമ്മളെ ഗ്രാഫ്. ഇനി എഴുതാനുള്ള എന്താ ചെയ്യാനുള്ള? നമ്മൾ വരച്ച സ്കെയിൽ എഴുതണം. അതായത് ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചല്ലേ എടുത്തത്. ഈ 1 സെൻറ്റിമീറ്റർ എക്സിലും വൈയിലും എത്രയാണെന്ന് എഴുതണം. എന്ന് പറഞ്ഞാൽ സ്കെയില് നമ്മളെടുത്ത ആ സ്കെയിൽ എഴുതണം. അതായത് എക്സ് ആക്സില് 1 സെൻറ്റിമീറ്റർ സമം
എക്സ് ആക്സിൽ 1 സെന്റിമീറ്റർ എത്ര യൂണിറ്റ് ആണ്? 1 2 3 വെച്ചിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആരായിരിക്കും? ഗ്യാപ്പ് എത്രയായിരിക്കും? 1 2 3 4 അങ്ങനെയല്ലേ പോകുന്നു. അപ്പോൾ ഗ്യാപ്പ് എത്രയായിരിക്കും? ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 വെച്ചാണ് കൂട്ടി കൂട്ടി പോകുന്നത് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? ഓരോ സെന്റിമീറ്റർ കഴിയുമ്പോൾ എത്ര വെച്ച് കൂടി പോകുന്നു? 1 യൂണിറ്റ് വെച്ച് കൂടി പോകുന്നു. ആ യൂണിറ്റിന്റെ ഉപയോഗം പിന്നെ മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക? 1 യൂണിറ്റ് വെച്ച് എന്ത് ചെയ്യും? കൂടി പോകുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വൈയിലാണെങ്കിലോ അപ്പോൾ എഴുതുക y ആക്സിൽ അവിടെ നമ്മൾ നേരത്തെ ഒരു സെന്റിമീറ്റർ എടുത്തത്. ഓരോ സെന്റിമീറ്റർ കഴിയുമ്പോഴും എത്ര വെച്ചാൽ കൂടി പോകുന്നേ? 0 മുതൽ 1 വരെ. അപ്പോൾ ഗ്യാപ്പിൽ എത്ര? 1 മുതൽ 2 വരെ ഗ്യാപ്പ് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2 മുതൽ 3 വരെ എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? അപ്പോൾ ഓരോ സെന്റിമീറ്റർ കഴിയുമ്പോഴും അവിടെ എന്ത് കൂടി പോകുന്നു? 1 യൂണിറ്റ് എന്ത് ചെയ്യുന്നു? കൂടി പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? സ്കെയില്. കാര്യം എന്താണ്? നമ്മൾ ഇത് മറ്റൊരാൾക്ക് കാണാൻ വേണ്ടി വരുന്ന സാധനമാണ്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവണം? നമ്മളെടുത്ത ഈ ഗ്യാപ്പ് എത്രയാണ് എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാവണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഗ്രാഫിലും ഈ സ്കെയിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയും സ്കെയിൽ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തിക്കണം. ഈ സ്ഥാനം എവിടെയായിരിക്കും? ഈ സ്ഥാനം എവിടെയായിരിക്കും? വലതുവശത്ത് മുകൾ ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുക? രേഖപ്പെടുത്താറുള്ളത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ള നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രാഫ് വരച്ച് പെട്ടെന്ന് ഈ ഒരു ഗ്രാഫ് ഒന്ന് വരച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് വരച്ച് കാണും. വരയ്ക്കുന്നത് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ എന്ത് ചെയ്യുക? വരച്ച് കൊടുക്കുക. നമുക്ക് ഒരു ചെറിയ കാര്യം പഠിച്ച് എന്ത് ചെയ്യാം? അതിനകത്ത് ക്ലാസ് നടത്താം. ഓക്കെ, നമ്മൾ ഗ്രാഫിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചല്ലേ? ഇനി നമുക്ക് നമ്മളെ പാഠത്തിലോട്ട് പയ്യെ കയറി വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു? വേറെ ഡേറ്റ തരയാണ്. എന്താണ് ഇവിടെ എന്താണ്? നേരത്തെ എക്സ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെറിയ മാറ്റമുണ്ട്. എന്താണ്? സമയമെന്നും സ്ഥാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സമയം മാറുന്നതനുസരിച്ച് ഏതോ ഒരു മൂവ് ചെയ്യുന്ന വസ്തു, അതായത് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനം എത്രത്തോളം മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം സെക്കൻഡ്, സ്ഥാനം മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 0 സെക്കൻഡിൽ തന്നെ എന്തില്ല? മൂവ്മെന്റ് ഇല്ല. അപ്പോൾ എത്ര തന്നെയാണ്? 0 തന്നെയാണ്. 1 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തു? 2 മീറ്റർ മൂവ് ചെയ്തു. 2 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തത്? 4 മീറ്റർ മൂവ് ചെയ്തു. 3 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തത്? 6 മീറ്റർ മൂവ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് എന്താക്കാനുള്ളത്? ഒരു ഗ്രാഫിലോട്ട് മാറ്റാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ ഇവിടെ എക്സ് എന്നും വൈ എന്നുമാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞേനെ 0 0 1 2 2 4 3 6 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? രേഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലല്ലോ. സമയമൊന്നും സ്ഥാനമല്ലേ പറഞ്ഞിരിക്കുന്ന. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുക? സമയത്തിനെ എക്സ് ആക്സിലും സ്ഥാനത്തിനെ എവിടെയും പ്ലോട്ട് ചെയ്യുക? വൈ ആക്സിലും എന്ത് ചെയ്യുക? വരയ്ക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ആക്സ് വരയ്ക്കുന്നില്ലേ? ഇതിലെ എക്സ് ആക്സ്. അപ്പോൾ എക്സ് ആക്സിൽ ആരെന്ന് എഴുതുക? സമയം യൂണിറ്റ് സെക്കൻഡിൽ. വൈ ആക്സിൽ അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ആര്? ടൈം. വൈ ആക്സിൽ ആരെന്ന് എഴുതുക? സ്ഥാനം അല്ലെങ്കിൽ ആര്? ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പോയിന്റുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറെ 4 പോയിന്റ് ഇടത്തില്ലേ? ആ 4 പോയിന്റ് എന്ത് ചെയ്യുക? എവിടേക്ക് കിട്ടുന്നു അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 0 0 ഇവിടെയാണെന്ന് കൽപ്പിക്കുക. അടുത്ത പോയിന്റ് വെച്ച് ഇവിടെ കിട്ടി, അടുത്ത പോയിന്റ് ഇവിടെ കിട്ടി, അതിനടുത്ത പോയിന്റ് ഇവിടെ കിട്ടിയെങ്കിൽ എന്ത് ചെയ്യുക? ഈ 4 പോയിന്റിനെയും ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് മേലെ എന്ത് എഴുതണം? സ്കെയിൽ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സാധനം എന്താക്കി മാറ്റി
ഗ്രാഫിലോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. ഏത് ഗ്രാഫായിരിക്കും? സമയ സ്ഥാന ഗ്രാഫായിരിക്കും. എക്സില് സമയം, വൈയില് സ്ഥാനം. അപ്പോൾ ഏത് ഗ്രാഫായിരിക്കും? സമയ സ്ഥാന ഗ്രാഫായിരിക്കും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഗ്രാഫ് എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വരച്ചു നോക്കാം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.